ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്നത്തെ കാലഘട്ടത്തിനും അതേപോലെ തന്നെ വരാൻ പോകുന്ന കാലഘട്ടത്തിനും ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലി ഭാവിയിലേക്ക് ഒരിക്കലും ഉണ്ടാകുമെന്നും ഇന്ന് തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ജോലി കാര്യങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ റോബോട്ടിക് ടെക്നോളജിയും വരുന്നതനുസരിച്ച് ജോലി ചെയ്യുന്ന പല ജോലികളും ഇന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. നമ്മളുടെ കയ്യിൽ ഒരു പണം ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇത് നാളേക്ക് ഇത് വർദ്ധിച്ചു വരുന്നില്ലെങ്കിൽ ഇന്ന് പല സാധനങ്ങളുടെ വില കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന പണത്തിനെ അസറ്റിനെ വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾക്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മേഖല ചൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പക്ഷേ നമ്മൾ ഡെയിലി ട്രേഡ് ചെയ്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. നിങ്ങളൊരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാം. നല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകൾ, SIP എന്നിങ്ങനെയുള്ള രീതിയിലേക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്താണെങ്കിലും നല്ലൊരു റിട്ടേൺസ് കാര്യങ്ങൾ കിട്ടുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇൻഫ്ലേഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു മേഖലയെക്കുറിച്ച് നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താനായിട്ട് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക.